ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദം കത്തി നിൽക്കെയാണ് 7 പേർക്കെതിരെ പരാതിയുമായി നടി മീനു മുനീർ രംഗത്ത് വന്നത്. ഇക്കൂട്ടത്തിലാണ് നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനെതിരെയും ഇവർ ആക്ഷേപം ചൊരിഞ്ഞത്. സംവിധായകനെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇവരുടെ രംഗപ്രവേശനം. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ എല്ലാം പൊളിഞ്ഞതോടെ വാദി പ്രതിയായി മാറുന്നതാണ് പിന്നീട് കേരളം കണ്ടത്. ബാലചന്ദ്ര മേനോൻ തനിക്കുണ്ടായ മാനഹാനിക്കെതിരെ നിയമവഴി തേടിയതോടെയാണ് നടി അറസ്റ്റിലാകുന്നത്. നടൻ ബാലചന്ദ്ര മേനോനും സമൂഹ മാധ്യമങ്ങളോട് അപകീർത്തിപ്പെടുത്തിയെന്നാണ് കേസ്. കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് നടിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ബാലചന്ദ്ര മേനോനും സിനിമാ രംഗത്തെ 7 പേർക്കെതിരെ മീനു ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ചിരുന്നു. ബാലചന്ദ്ര മേനോനെതിരെ മീനു മുനീർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. തുടർന്ന് സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോനെതിരെ നടി നൽകിയ ലൈംഗിക അതിക്രമ കേസിലെ നടപടികൾ കോടതി അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി പരാതിക്കാരിയായ നടിക്ക് കോടതി നോട്ടീസും നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദം കത്തി നിൽക്കെയാണ് നടന്മാരായ മുകേഷ്, ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെ നടി മീനു മുനീർ ആദ്യം പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. പിന്നീടാണ് സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോനെതിരെ രംഗത്ത് വരുന്നത്. 2007 ജനുവരിയിൽ ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ തിരുവനന്തപുരത്തെ ഹോട്ടൽ ലൊക്കേഷനിൽ വെച്ച് ബാലചന്ദ്ര മേനോനിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നു എന്നായിരുന്നു പരാതി. 2007 തന്റെ മുറിയിൽ വെച്ച് ഗ്രൂപ്പ് സെക്സ് കാണാൻ ബാലചന്ദ്ര മേനോൻ തന്നെ നിർബന്ധിച്ചുവെന്നാണ് മീനു ആരോപിച്ചിരുന്നത്. പലതവണ താൻ വളരെ മോശമായ വൈകൃതമായ സ്വഭാവം ബാലചന്ദ്ര മേനോനിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ തന്നെ നിർബന്ധിക്കുകയൊന്നും ചെയ്തിട്ടുമില്ല. പക്ഷെ സിനിമയുടെ സെറ്റിൽ വിളിച്ച് തന്നോട് ചെയ്തത് തനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. ഇയാളുടെ മുഖത്ത് ഒരടി അടിച്ചിട്ട് ഇറങ്ങി പോന്നാലോ എന്ന് പോലും കരുതിയതാണെന്നുമാണ് ഇവർ അന്ന് പറഞ്ഞത്. അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അപകീർത്തി പരാതിയുമായി രംഗത്തു വന്ന നടിക്കെതിരെ ബന്ധുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ കേസും മീനുവിനെതിരെ ചുമത്തിയിരുന്നു. പരാതി ഉന്നയിച്ച് കേസ് നൽകിയ ശേഷം പണം വാഗ്ദാനം ചെയ്തതുൾപ്പെടെ ഒത്തുതീർപ്പിനായി ചർച്ചകളുടെ വ്യവസ്ഥകളിൽ നിന്ന് ഒന്നിലധികം കോളുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മീനു അവകാശപ്പെടുകയും ചെയ്തിട്ടു. വാവിട്ട വാക്കുകൾ തിരിഞ്ഞുകുത്തിയ അവസ്ഥ വന്നതോടെ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടി മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിരുന്നു.